അൾത്താരെ നിപ്പുണ്ട്. പാദം വരെ വെള്ളയുടുപ്പിട്ട് താടി കെട്ടും കെട്ടി 4 പേര് നിപ്പുണ്ട്. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാണോ എന്തോ അച്ഛൻ ചെയ്യുന്നുണ്ട്. ഞാനോർത്തു ഞങ്ങളുടെ കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കും, അതായിരിക്കും ഞാനിങ്ങനെ സ്വപ്നം കണ്ടതെന്ന്. പക്ഷേ എനിക്കത് ആരോടും പറയാനും എനിക്ക് പേടിയായിരുന്നത്. വീട്ടിലോട് ആരോടും ഇത് പറഞ്ഞ് ആർക്കും അത് മനസ്സിലാകത്തുമില്ല. കാരണം ഇവനെന്തെങ്കിലും സംഭവിക്കുമെന്ന് തന്നെ എല്ലാവരും വിചാരിക്കുള്ളൂ. അതിനുശേഷം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ലാസറിനെ ഉയർത്തിയ കർത്താവ് എൻ്റെ മനസ്സിലേക്ക് വന്നു. എനിക്കന്നേരം എത്ര സന്തോഷമായെന്ന് എനിക്കത് പറഞ്ഞറിയിക്കാൻ ഇപ്പോഴും എനിക്കറിയത്തില്ല. കാരണം 2023 ഇത് നടക്കുന്നത്. എനിക്കത് ഇപ്പോഴും അത് ഓർക്കാൻ പറ്റത്തില്ല. അച്ഛനെ ദൈവദൂതൻ ലാസറിൻ്റെ ഉയർത്തിയ പോലെ ഞങ്ങളുടെ കൊച്ചിനെ ദൈവം അവിടെ നിന്ന് ഉയർത്തി. അതിനുശേഷം ഇവനെ ബോൺ മാരേജ് ചെയ്യാൻ കയറ്റിയപ്പോൾ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതിവൻ പറയും. ആ ഉടമ്പടി എൻ്റെ 90-ന് 87-ാം ദിവസം ഞങ്ങൾ ഇവനുമായി ഈ അൾത്താരയിൽ ഇവിടെ ഈ മുറ്റത്ത് ഞങ്ങൾ വന്ന് നിന്നു. മാതാവ് തന്ന വലിയൊരു അത്ഭുതമാണത്. അത്രയും ഡോക്ടർമാർ വരെ കൈയഴിഞ്ഞിട്ട് അവനെ ഞങ്ങൾക്ക് ദൈവം തന്നതാണ്. ഞാൻ ആ സമയത്തെല്ലാം എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ശക്തമായിട്ട് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ഞാൻ ചെയ്തു. വചനം വായന നല്ലപോലെ ഞാൻ ശക്തമാക്കി. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും തുടങ്ങി. കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അത്രയും മാനസികമായി പ്രശ്നം നേരിടുന്നവർ മാത്രമാണ് ഒരാശ്വാസം തന്നത്. അവരാണ് പറഞ്ഞത് അവനെ സുഖപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ അടുത്തൊന്ന് കൊണ്ടുവരണം കേട്ടോന്ന്. കാരണം അല്ലാതെ ആര് സംസാരിച്ചാലും പറയും അവന് കിട്ടത്തില്ല, നിങ്ങൾ അവന് എത്രയും വേഗം നല്ലൊരു മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമാണ് പറഞ്ഞത്. അതിനുശേഷം ഇവന് കിട്ടിയ അനുഭവം ഇവൻ പറയും. നട്ടെല്ല് വളച്ച് പോലെ നമ്മളെ കിടത്തിയിട്ടാണ് ബോൺ മാരേജ് ചെയ്യുന്നത്. അതിൻ്റെ അത് നമ്മളെ പച്ചക്കാണ് നടുവ് കുത്തിപ്പറിക്കുകയാണ് ചെയ്യുന്നത്. നടുവ് കുത്തിപ്പറിച്ച് പച്ചക്കാണ് നട്ടെല്ലിൽ മജ്ജ എടുക്കുന്നത്. എന്നെ അങ്ങനെ കിടത്തിയ സമയത്ത് എനിക്ക് വല്ലാത്ത വേദനയായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞാൻ്റി തന്നൊരു കാശിരൂപം ഉണ്ടായിരുന്നു ഇവിടുത്തെ. അതും കൈവച്ചുകൊണ്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലവിടെ കിടക്കുന്നത്. ഇന്ന് എന്നെ കിടത്തി കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ ആദ്യം നട്ടലിങ്ങനെ കുത്താൻ തുടങ്ങി. എനിക്ക് നല്ല വേദന എടുക്കാൻ തുടങ്ങി. ഈ കാശിരൂപ ഞാൻ കയ്യിൽ മുറുകെ പിടിച്ചേക്കുമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വേദന വരുന്നില്ല. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സൈഡിലെല്ലാം നന്നായിട്ട് ബ്ലഡ് കിടപ്പുണ്ട് എൻ്റെ തന്നെ. കാരണം നമ്മളെ മരപ്പിക്കുന്നില്ല, നമുക്ക് നന്നായിട്ട് വേദനയെല്ലാം അറിയാം നമുക്ക്. പക്ഷേ ബ്ലഡ് എടുക്കുമ്പോൾ എനിക്ക് ബ്ലഡിൻ്റെ മണമല്ല വരുന്നത്. എനിക്കൊരു ഭയങ്കര ഒരു മുല്ലപ്പൂവിൻ്റെയും അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു മണമാണ് വരുന്നത്. എനിക്ക് ഒരു തുള്ളി വേദന പോലും എനിക്കന്ന് അനുഭവപ്പെട്ടിട്ടുമില്ല. എനിക്കത് വല്ലാത്തൊരു അനുഭവമായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു ബോൺ മാരേജ് ചെയ്യേണ്ടോ എനിക്കൊരു മരുന്ന് കഴിക്കേണ്ടതായിട്ട് ഓരോ കാര്യം വന്നിട്ടില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്കും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തു. ഇപ്പോഴും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാനിപ്പം 1 വർഷത്തോളമായിട്ട് ജോലിക്ക് പോകുന്നു, സ്വന്തം കാര്യം നോക്കുന്നു, വീട്ടിലെ കാര്യം നോക്കുന്നു. നന്നായി തന്നെ എൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എത്ര പറഞ്ഞാലും കടപ്പാടും മാറിയേരാ.